തൊഴിലുറപ്പ് പദ്ധതിയെ ചോര വീഴ്ത്താതെ എങ്ങനെ വധിക്കാമെന്ന് കാണിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ ഉത്തരവ്. ആദ്യ 6 മാസം മൊത്തം തുകയുടെ 60% കൂടുതൽ ചെലവഴിക്കരുത് എന്നാണ് ഏറ്റവും പുതിയ നിബന്ധന. 2 പതിറ്റാണ്ടിനോട് അടുക്കുന്ന പദ്ധതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു നിർദ്ദേശം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ജോലി നടക്കുന്നത് ആദ്യ പാദത്തിലാണ്. ഇതിനു പുറമെ പണം അനുവദിക്കുന്നത് വൈകിക്കുന്നത് മൂലം വലിയ തോതിൽ കുടിശ്ശികയുമുണ്ട്. പണി കഴിഞ്ഞാൽ 15-ാം ദിവസം പണം നൽകണം എന്ന വ്യവസ്ഥ ഇപ്പോൾ പാലിക്കാറേയില്ല. മുൻ വർഷത്തെ കുടിശ്ശിക കൂടി ചെലവഴിക്കാനുള്ളതിനാൽ ആദ്യ 6 മാസം കാര്യമായ ജോലികളൊന്നും നടക്കില്ല എന്നതാണ് പുതിയ ഉത്തരവിലൂടെ സംഭവിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് തുടങ്ങുന്നു. കൂലി ഉറപ്പില്ലാതാകുന്ന തൊഴിലുറപ്പ്. പണിയെടുത്താൽ കൂലി ഉറപ്പാകണം. ആ ഉറപ്പ് ഇല്ലാതാക്കുകയാണ് പുതിയ ഉത്തരവ്. സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിലാണ് രാജ്യമെങ്ങും 70% ജോലികളും നടക്കുന്നത്. കേരളത്തിലൊക്കെ 75% ആദ്യ പാദത്തിൽ കഴിയും. തൊഴിലുറപ്പ് പദ്ധതിയിലെ നിബന്ധന അനുസരിച്ച് ജോലി കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ തൊഴിലാളിയുടെ അക്കൗണ്ടിൽ പണം എത്തണം. അതുകൊണ്ട് ആദ്യ പാദത്തിൽ പണിയെടുപ്പിച്ച് 2-ാം പാദത്തിൽ പണം കൊടുക്കാം എന്നത് നിയമവിരുദ്ധമാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിയമലംഘനമാണ്. ഈ വർഷത്തെ കണക്കെടുക്കുക. ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത് 86,000 കോടി രൂപയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം കൊടുത്തു തീർക്കാത്ത 21,000 കോടി രൂപയുണ്ട്. അത് ഈ വർഷം ആദ്യം തന്നെ കൊടുക്കണം. 2 മാസം കഴിഞ്ഞിട്ടും അതിൽ പോലും 19,800 കോടി രൂപ ഇപ്പോഴും കുടിശ്ശികയാണ്. ഇതിനൊപ്പം ഈ വർഷം ഇതുവരെ എടുത്ത ജോലിയുടെ തുക കൂടി കൂട്ടിയാൽ 50% മുകളിലെത്തും. ഫലത്തിൽ സെപ്റ്റംബർ വരെയുള്ള കാലത്ത് ഇനി നാമമാത്ര തൊഴിലേ നടക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ പണി നടക്കേണ്ട സമയമാണ് കാലവർഷം. ഇതോടനുബന്ധിച്ചാണ് തൊഴിലുറപ്പിലെ നല്ലൊരു പങ്കു ജോലിയും നടക്കുന്നത്. ആ സമയത്ത് ഈ നിയന്ത്രണം കൊണ്ടുവന്നത് തന്നെ പദ്ധതി മരവിപ്പിക്കാനാണ് എന്നാണ് ആരോപണം. പണി എടുപ്പിച്ചാൽ തന്നെ കൂലി കിട്ടുന്നത് ഏത് കാലത്തായിരിക്കും എന്ന് ഒരു ഉറപ്പുമില്ലാതായി മാറുകയാണിപ്പോൾ. തൊഴിലുറപ്പിൽ ആദ്യത്തെ 6 മാസം കൊണ്ട് തന്നെ 100 തൊഴിൽ ദിനങ്ങൾ പിന്നിടുന്ന നിരവധി പേർ കേരളത്തിലുണ്ട്. ആ സമയത്താണ് ഇവിടെ കാര്യമായ തൊഴിൽ നടക്കുന്നതും. കേരളത്തിൽ ഇപ്പോഴത്തെ കുടിശ്ശിക നോക്കുക. പണി കഴിഞ്ഞിട്ട് 15 മുതൽ 30 ദിവസമായിട്ടും കൊടുക്കാനുള്ള കൂലി 7,20,00,000 രൂപയാണ്. പണി കഴിഞ്ഞ് 31 ദിവസം മുതൽ 60 ദിവസം വരെയായിട്ടും കിട്ടാത്തത് 7,22,00,000 രൂപ. 2 മാസം മുതൽ 90 ദിവസം വരെയുള്ള കുടിശ്ശിക 6,11,00,000 രൂപ. 90 ദിവസത്തിൽ കൂടുതലുള്ള കുടിശ്ശിക 4,14,00,000 രൂപ. 24,69,00,000 രൂപയാണ് ഇങ്ങനെ തൊഴിലുറപ്പുകാർക്ക് കേരളത്തിൽ കുടിശ്ശികയുള്ളത്. കേന്ദ്രം അനുവദിക്കേണ്ട പണം വൈകിപ്പിക്കുന്നതാണ് ഈ സ്ഥിതി ഉണ്ടാകാൻ കാരണമെന്ന് സംസ്ഥാനം പറയുന്നു. കുടിശ്ശിക ഏറ്റവും കൂടുതൽ വയനാട്ടിലാണ്. 7,48,00,000 രൂപയാണ് വയനാട്ടിൽ വിതരണം ചെയ്യാനുള്ളത്. ഇടുക്കിയിൽ 3,05,00,000 രൂപയും കാസർഗോഡ് 2,29,00,000 രൂപയും നൽകാനുണ്ട്. ഈ പറയുന്ന കുടിശ്ശികയെല്ലാം തൊഴിലുറപ്പിലെ നിബന്ധന കഴിഞ്ഞിട്ടും നൽകാത്ത തുകയാണ്. തൊഴിൽ കഴിഞ്ഞാൽ 15-ാം ദിവസം അക്കൗണ്ടിൽ പണം എത്തണം എന്ന ആ നിബന്ധനയാണ് ഒരു ഉത്തരവുമില്ലാതെ ഇങ്ങനെ അട്ടിമറിക്കുന്നത്. ഓരോ വർഷവും വിവിധ പദ്ധതികളുടെ പേരിലാണ് തുക വെട്ടിക്കുറയ്ക്കുന്നത്. 2020-21 98,468 കോടി രൂപയാണ് തൊഴിലുറപ്പിൽ ചെലവഴിച്ചത്. ഈ വർഷം കുടിശ്ശിക ഉൾപ്പെടെ നൽകാൻ അനുവദിച്ചിരിക്കുന്നത് 86,000 കോടി രൂപയും. മുൻ വർഷത്തെ കുടിശ്ശികയായ 21,000 കോടി നൽകി കഴിഞ്ഞാൽ ഈ വർഷത്തെ പണിക്ക് ശേഷിക്കുന്നത് 65,000 കോടി രൂപ മാത്രമാണ്. 2023-24 സംഭവിച്ചത് ക്ലാസിക് ഉദാഹരണമാണ്. ആകെ ബജറ്റിൽ നീക്കിവെച്ചത് 73,000 കോടി രൂപ, അനുവദിച്ചതാകട്ടെ 60,000 കോടി രൂപയും. മുൻ വർഷങ്ങളിലൊക്കെ ബജറ്റിൽ പറയുന്നതിൽ കൂടുതൽ ചെലവഴിക്കുകയും ശേഷിക്കുന്നത് സപ്ലിമെന്ററി ബജറ്റിലൂടെ അനുവദിക്കുകയുമായിരുന്നു പതിവ്. ആ തുകയായിരുന്നു കുടിശ്ശികയായി വന്നത്. ഇപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ബജറ്റിൽ പറയുന്ന പണിക്കുള്ള തുക പോലും കുടിശ്ശികയായി മാറുകയാണ്. മറ്റൊരു ഗതിയും ഇല്ലാത്തവരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുന്നവരിൽ ഏറെയും. അവരെ സഹായിക്കാനാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് തന്നെ. ഇത് ആരോഗ്യമുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് രമ്യഹർമ്മ്യങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയല്ല.
ആവതില്ലാത്തവരും ദുർബലരുമായവർക്ക് കൈത്താങ്ങ് നൽകാൻ കൊണ്ടുവന്ന പദ്ധതിയാണ്. തൊഴിലുറപ്പുകാരെ പരിഹസിക്കുന്നവരും ട്രോൾ ഉണ്ടാക്കുന്നവരും അത് പരിഗണിക്കാറില്ല. ദയനീയ സ്ഥിതിയിലുള്ള പതിനായിരങ്ങളാണ് വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്നത്. തൊഴിലുറപ്പ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് തന്നെ കഷ്ടപ്പാടിന്റെ കാലത്ത് സഹായിക്കാനാണ്. കേരളത്തിലാണെങ്കിൽ കർക്കിടകം പോലുള്ള സമയത്താണ് ഒരു പണിയും പണവും ലഭിക്കാത്തത്. ആ സമയത്തൊക്കെ ഗ്രാമങ്ങളിലെ പാവങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയത്. തൊഴിലുറപ്പ് പദ്ധതി സർക്കാരിന്റെ വെറും പ്രഖ്യാപനത്തിലൂടെ നടപ്പിലാക്കിയതല്ല. നിയമം നിർമ്മിച്ച് അത് പാർലമെന്റിൽ പാസാക്കി അതനുസരിച്ച് നടത്തുന്നതാണ്. പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയും പാചകവാതക പദ്ധതിയുമെല്ലാം പ്രഖ്യാപനത്തിലൂടെ നടപ്പാക്കിയതാണ്. അത് നിയമപരമായ ബാധ്യതയല്ല. എന്നാൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2005 MNREG ആക്ട് അനുസരിച്ച് നടപ്പിൽ വന്നതാണ്. റേഷൻ നൽകുന്നത് നിർബന്ധമാക്കിയ നിയമം പോലെ തൊഴിലുറപ്പും നിർബന്ധമായും പാലിക്കേണ്ട പദ്ധതിയാണ്. അതിലാണ് വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തുന്നതും നൽകേണ്ട തുക മാറ്റിവെക്കുന്നതും. കിസാൻ നിധിയൊക്കെ ഏത് സമയത്തും നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയും. എന്നാൽ ആരു ഭരിച്ചാലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ പാർലമെന്റിൽ പുതിയ നിയമം പാസാക്കണം. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ പദ്ധതിയെ കൊല്ലാൻ നിയമം കൊണ്ടുവന്നാലുള്ള പ്രശ്നങ്ങൾ ഏവർക്കും ബോധ്യമുള്ളതാണ്. ഇല്ലാതാക്കാൻ കഴിയില്ലാത്തതിനാൽ എക്കാലവും വെന്റിലേറ്ററിൽ കിടത്തുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അത് ഗ്രാമീണ ജനതയോട് കാണിക്കുന്ന കൊടും വഞ്ചനയല്ലാതെ മറ്റെന്താണ്? സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.